ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും സർവശക്തനായ പിതാവായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് പുതിയ നിയമത്തിലെ ഒരു ശുശ്രൂഷകൻ്റെ ഭാഗ്യകരമായ അവസ്ഥ. പഴയ നിയമ ശുശ്രൂഷകനേക്കാളും എത്രയോ ഉന്നതമായ ഒരു പദവി പുതിയ നിയമ ശുശ്രൂഷകനുണ്ട്. അക്കാര്യമാണ് നാം ധ്യാനിക്കുന്നത്. ഇതിനാധാരമായി 2 കൊരിന്ത്യർ 3-4 തൊട്ട് വായിക്കുന്നു. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്നു തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കൽപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. അപ്പസ്തോലനായ പൗലോസാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു കാലത്ത് അദ്ദേഹം യഹൂദ മത നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരുന്ന ഒരു യഹൂദനായിരുന്നു. അന്ന് ക്രിസ്തു വിരോധിയായിരുന്നു. യഹൂദ മതത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനാണ് എന്ന് അദ്ദേഹം ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലായപ്പോൾ, അദ്ദേഹം ക്രിസ്തുവിന് ശിഷ്യനായപ്പോൾ എന്താണ് പുതിയ നിയമമെന്നും പഴയ നിയമത്തെക്കാളും എത്രമാത്രം ശ്രേഷ്ഠമാണ് പുതിയ നിയമമെന്നും പഴയ നിയമ ശുശ്രൂഷകന്മാർ ചെയ്തിരുന്ന ശുശ്രൂഷകളെക്കാളും എത്രയോ ഉന്നതമാണ് പുതിയ നിയമ ശുശ്രൂഷകന്മാർ ചെയ്യുന്ന ശുശ്രൂഷ, ഇതെല്ലാം അദ്ദേഹം മനസ്സിലാക്കി പഠിച്ചു. അതിനുശേഷം അദ്ദേഹം പ്രബോധിപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ 3-4 തൊട്ട്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. പാപിയായൊരു മനുഷ്യൻ പിതാവായ ദൈവത്തിലേക്ക് അടുക്കുന്നത് ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മുഖാന്തരമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ് പൗലോസ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ പൗലോസിന് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം കിട്ടിയത്, ധൈര്യത്തോടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ ഭാഗ്യം കിട്ടിയത് ക്രിസ്തു എന്ന മധ്യസ്ഥൻ്റെ ക്രൂശുമരണം മൂലമാണ്. നമുക്കാർക്കും പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് പ്രവേശനം കിട്ടുകയില്ല. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. യേശു പറഞ്ഞതാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മറിയമല്ല മധ്യസ്ഥ, യേശു ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. ഇങ്ങനെ ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം കിട്ടിയാൽ പിന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ ശങ്കിക്കേണ്ട കാര്യമില്ല. അബ്ബാ പിതാവേ എന്ന് നമ്മുടെ സ്വർഗീയ പിതാവിനെ ധൈര്യത്തോടെ സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം 2 കൊരിന്ത്യർ 3-5. ഞങ്ങളിൽ നിന്നു തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കൽപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. 6-ാം വാക്യത്തിൽ അവൻ ഞങ്ങളെ
പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പൗലോസ് മാനുഷികമായി നല്ല ബുദ്ധിശക്തിയുള്ള ആളാണ്, നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് പാരമ്പര്യം പറയുന്നു. പക്ഷെ അതുകൊണ്ട് ആർക്കും ഈ പുതിയ നിയമത്തിലെ ശുശ്രൂഷകനാകുവാൻ സാധിക്കുകയില്ല. സ്വന്തം ബുദ്ധിശക്തി കൊണ്ടോ പ്രസംഗ പാടവം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഓർമ്മശക്തി കൊണ്ടോ മാനുഷികമായ എന്തെങ്കിലും കഴിവ് കൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമത്തിലെ ഒരു ശുശ്രൂഷകനാകുവാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് പൗലോസ് ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനായത്? പൗലോസ് പറയുന്നത്, അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ഞങ്ങൾ തന്നെ പഠിച്ച് പല അഭ്യസനത്തിലൂടെ കടന്നുപോയി അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളിതാ സ്വയമായി ശക്തി നേടി പ്രാപ്തി നേടി എന്നല്ല. പിന്നെയോ അവൻ, അതായത് കർത്താവായ യേശു ഞങ്ങളെ, പൗലോസിനെയും പുതിയ നിയമത്തിലെ സകല ശുശ്രൂഷകന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. വേണ്ട പോലെ പഠിപ്പില്ലല്ലോ, സൗന്ദര്യമില്ലല്ലോ, മറ്റു പല കഴിവുകളില്ലല്ലോ എന്നോർത്ത് അസ്വസ്ഥരാകരുത്. ദൈവമാണ് ഒരുവനെ പുതിയ നിയമ ശുശ്രൂഷകനാകുവാൻ വിളിക്കുന്നതെങ്കിൽ വിളിക്കുന്ന ദൈവം തന്നെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട റിസോഴ്സസും പ്രാപ്തിയും കൊടുക്കും. പഴയ നിയമത്തിൽ തന്നെ മോശയെ വിളിക്കുന്നുണ്ട് ഒരു വലിയ ശുശ്രൂഷയ്ക്കായി. മോശ നോക്കിയപ്പോൾ വേണ്ട പോലെ സംസാരിക്കാനും അറിയാത്ത വിക്കുള്ളൊരു മനുഷ്യനാണ് മോശ. പക്ഷേ ആ ബലഹീനതയോടെ തന്നെ ശുശ്രൂഷിച്ചു. ദൈവം മോശയ്ക്ക് വേണ്ട സകല പ്രാപ്തിയും കൊടുത്തു. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഫിലിപ്പിയ ലേഖനത്തിലാണ് അങ്ങനെ പറയുന്നത്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. 5-ാം വാക്യം, ഞങ്ങളുടെ പ്രാപ്തി. മറ്റുള്ളവർ ഒരുപക്ഷെ പൗലോസിൻ്റെ ശുശ്രൂഷയെ നോക്കുമ്പോൾ എത്ര നന്നായി പൗലോസ് പ്രസംഗിക്കുന്നു, എത്ര നന്നായി അത്ഭുതങ്ങളും അടയാളങ്ങളും പൗലോസിൻ്റെ കയ്യാൽ വഴി നടക്കുന്നു, എത്രമാത്രം സഭകൾ പൗലോസ് സ്ഥാപിക്കുന്നു, ദുരുപദേശങ്ങളെ ഖണ്ഡിച്ച് യഥാർത്ഥ ഉപദേശം സഭയ്ക്ക് പൗലോസ് നൽകുന്നു. എത്ര അതിശയകരമായ ശുശ്രൂഷ! പൗലോസ് എത്ര മഹാനായ വ്യക്തിയാണ്! പക്ഷേ പൗലോസ് പറയുന്നത്, ഞങ്ങളിൽ നിന്നു തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. പൗലോസ് പറയുകയാണ്, ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നുണയാണ്. പക്ഷേ ഇതെൻ്റെ പ്രാപ്തി കൊണ്ടല്ല, എനിക്ക് ദൈവം പ്രാപ്തി തന്നു. ഞാൻ പണം കൊടുത്ത് നേടിയതല്ല, ദൈവം ദാനമായിട്ടാണ് ഈ കഴിവ് പ്രാപ്തി എനിക്ക് തന്നത്. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാൻ മറ്റെല്ലാവരേക്കാളും കൂടുതൽ അധ്വാനിച്ചു, പക്ഷേ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. പൗലോസ് രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? കൃപയാലാണ്, വില കൊടുത്ത് വാങ്ങിയതല്ല. നമ്മളെങ്ങനെ രക്ഷിക്കപ്പെട്ടു? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8 തൊട്ട് വായിക്കുമ്പോൾ, കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. നാം രക്ഷ പ്രാപിച്ചത്, പാപക്ഷമ പ്രാപിച്ചത്, നമ്മുടെ ശിക്ഷാവിധി മാറിയത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയതല്ല, ദാനമായി രക്ഷിക്കപ്പെട്ടു. ഇതുപോലെ ഒരു ശുശ്രൂഷകന്, പുതിയ നിയമ ശുശ്രൂഷകന് ശുശ്രൂഷയ്ക്ക് വേണ്ട പ്രാപ്തിയും അവൻ പണം കൊടുത്ത് നേടുന്നതല്ല, ദൈവം ദാനമായി കൊടുക്കുന്നതാണ്. എത്ര നന്നായി വചനം പറഞ്ഞാലും, അത്ഭുതകരമായ രോഗശാന്തി ശുശ്രൂഷ ഒരു ശുശ്രൂഷകനിലൂടെ നടന്നാലും, ധാരാളം സഭകൾ സ്ഥാപിച്ചാലും, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മിടുക്കല്ല,
അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ദാനം. അതുകൊണ്ട് എല്ലാ മഹത്വവും ശുശ്രൂഷകനല്ല, കർത്താവിന് മാത്രമാണ്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. പൗലോസ് ഒരു ബലഹീനനായ മനുഷ്യനാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ തൻ്റെ മേൽ വ്യാപരിച്ചതുകൊണ്ട്, ദൈവശക്തി തൻ്റെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തതിലധികം കാര്യങ്ങൾ ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ചെയ്തു. ഇത് തൻ്റെ സ്വന്തം മിടുക്കുകൊണ്ടല്ല, ഇപ്രകാരമെല്ലാം പ്രവർത്തിക്കുവാൻ ദൈവം തനിക്ക് കൃപയാൽ പ്രാപ്തി നൽകി. 6-ാം വാക്യം, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ഏതെങ്കിലും ട്രെയിനിങ് കോളേജിൽ പോയിട്ടോ പണം കൊടുത്തിട്ടോ ഒന്നുമല്ല. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പൗലോസ് മീൻ പിടിക്കുകയാണ്. എന്താണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ? പത്രോസ് മീൻ പിടിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്താണ്? പത്രോസിനൊന്നും അറിയുകയില്ല. അദ്ദേഹം മീൻപിടുത്തക്കാരനാണ്. യേശു പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കൂ. ആ നിമിഷം പത്രോസ് യേശുവിനെ അനുഗമിച്ചു, എല്ലാം വിട്ടു. അപ്പോൾ പത്രോസിന് ഒരുപാട് കാര്യങ്ങൾ അറിയുകയില്ല. പിന്നീട് പലതും പഠിച്ചു. പത്രോസ് ഒരു നല്ല അപ്പസ്തോലനായി കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിച്ചു. ഇതിനാരാണ് പ്രാപ്തി ഈ മുക്കുവന് കൊടുത്തത്? അത് കർത്താവാണ്. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇനി പുതിയ നിയമ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയും പഴയ നിയമ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഒരു താരതമ്യം ഇവിടെ പൗലോസ് കൊടുക്കുന്നുണ്ട്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല. എന്താണ് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ? അത് താഴെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാർ. ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തു. കല്ലിൽ എഴുതിയ, ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 10 കൽപ്പനകൾ. നിൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. രണ്ടാമതായി, മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. 2-ാമത്തെ കൽപ്പന. ഇങ്ങനെ 10 കൽപ്പനകൾ. പക്ഷേ ഈ കൽപ്പന നൽകുമ്പോഴേക്കും ഇസ്രായേൽ മക്കൾ ആ കൽപ്പനയിൽ എഴുതിയിരുന്ന സ്വരൂപം ഉണ്ടാക്കരുത്, വണങ്ങരുത്, ആരാധിക്കരുത്, ആ 2-ാമത്തെ കൽപ്പനയെ ലംഘിച്ചു. കാളക്കുട്ടിയെ ഉണ്ടാക്കി വണങ്ങാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങി. തദ്ഫലമായി 3000-ത്തിലധികം പേർ, ആയിരക്കണക്കിന് പേർ അപ്പോൾ തന്നെ മരിച്ചു വീഴുകയാണ്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല. പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരുണ്ട്, ആചരിക്കുന്നവരുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരുവന് ലഭിക്കുക? അത് യേശുക്രിസ്തു വഴിയാണ്. ആചാരങ്ങൾ വഴിയല്ല, അനുഷ്ഠാനങ്ങൾ വഴിയല്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് വഴിയല്ല, മൃഗബലി വഴിയല്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് യേശു ഒരു വിശ്വാസിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി എന്താണ്? ക്രിസ്തു തന്നെ പറഞ്ഞു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആത്മാവോ ജീവിപ്പിക്കുന്നു. ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പന ഉന്നതമായിരുന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് അത് പാലിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടി. രാജകീയ പ്രമാണം
ദൈവം തന്നെ കൊടുത്തുവെങ്കിലും അധികം വൈകാതെ അനുസരണക്കേട് കാണിച്ചപ്പോൾ അനേകർ മരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പുതിയ നിയമം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നടത്തപ്പെടുന്ന ഒന്നാണ്. പെന്തക്കോസ്ത് നാളിൽ അപ്പസ്തോലനായ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷം പ്രസംഗിച്ചു. കേട്ടവർക്ക് പാപബോധം ഉണ്ടായി, മാനസാന്തരപ്പെട്ടു. അവരാരും ദൈവക്രോധത്താൽ മരിച്ചു വീണില്ല. പത്രോസ് അവരോട് പറഞ്ഞു, മാനസാന്തരപ്പെട്ടവരോട്. പത്രോസിനോട് അവർ ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. 3000 പേർ ഉടനെ സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. അവർ നിത്യജീവൻ സ്വന്തമാക്കുകയാണ് ക്രിസ്തു വഴി. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയ ആ നിയമങ്ങൾ അനുസരിക്കാത്തതുകൊണ്ട് ഒരുപാട് പേർ മരിച്ചു. ഇവിടെ പൗലോസ് പറയുകയാണ്, അവൻ ഞങ്ങളെ പൊതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഏതാണ് ഈ അക്ഷരം? അത് ന്യായപ്രമാണമാണ്. അത് ദൈവം തന്നെയാണ് കൊടുത്തത്. പക്ഷേ അനേകർ മരിക്കുകയാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഉന്നതമായ കൽപ്പനകൾ പാലിക്കുവാൻ ശാരീരിക ബലഹീനതകളുള്ള ഇസ്രായേൽ മക്കൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് മരണങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. എന്നാൽ പുതിയ നിയമം പരിശുദ്ധാത്മ പ്രേരിതമായി അപ്പസ്തോലനായ പൗലോസും പത്രോസുമൊക്കെ സുവിശേഷം പറഞ്ഞപ്പോൾ കേട്ടവർക്ക് അനുതാപമുണ്ടായി. അവർ സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, നിത്യജീവൻ്റെ അവകാശികളായി മാറുകയാണ്. അവരുടെ ശിക്ഷാവിധി മാറുകയാണ്, ദൈവക്രോധം മാറുകയാണ്. റോമാലേഖനം 8:1 നമ്മോട് പറയുന്നത്, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇന്ന് നമ്മൾ ആരാണ്? നമ്മൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിന് പ്രാപിച്ചു, സത്യവചനം മുറുകെ പിടിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ നമ്മളും പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്. കൊല്ലുന്ന ശുശ്രൂഷയല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി ആത്മീയമായി മരിച്ചവനാണ്. രക്ഷിക്കപ്പെടാത്ത ഒരുവനോട്, പാപത്തിൽ ജീവിക്കുന്ന ഒരുവനോട് പുതിയ നിയമ ശുശ്രൂഷകരായ നമ്മൾ സുവിശേഷം പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സുവിശേഷം പറയുന്നു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സഹോദര, നീ ഈ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കും, പരിശുദ്ധാത്മാവിന് ലഭിക്കും, നിനക്ക് സ്വർഗത്തിൻ്റെ അവകാശിയാകാം. നാം പറയുന്ന ഈ സുവിശേഷം ആ സഹോദരൻ സ്വീകരിച്ചാൽ ആ പാപി ദൈവക്രോധത്തിൽ നിന്ന്, നിത്യനരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും ക്രിസ്തു വഴി അവൻ സൗജന്യമായി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യുന്നു. അവന് ശാരീരിക മരണം ഒരു നാളിൽ ഉണ്ടായാലും അവൻ്റെ ആത്മാവ് എന്നേക്കും കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കും. ഏറ്റവും വിലയുള്ളത് ആത്മാവിൻ്റെ രക്ഷയാണ്. ക്രിസ്തു പറഞ്ഞു, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം? ആത്മാവിനെ രക്ഷിക്കുവാൻ പര്യാപ്തമായ ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ, സുവിശേഷം. ആ സുവിശേഷം പങ്കുവയ്ക്കുന്നവരാണ് പുതിയ നിയമ ശുശ്രൂഷകന്മാർ. പൗലോസ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷ, പുതിയ നിയമ ശുശ്രൂഷ അധികം വൈകാതെ ആരംഭിച്ചു. അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ധാരാളം പേർ മാനസാന്തരപ്പെട്ടു. എതിർപ്പുകൾ ഉണ്ടായെങ്കിലും പലയിടങ്ങളിലും സഭകൾ സ്ഥാപിക്കപ്പെട്ടു. അകൃത്യങ്ങൾ നിമിത്തം പാപമോചനം കിട്ടാതെ
നിത്യമായ നരകശിക്ഷാവിധിയിലേക്ക് പോകേണ്ട അനേകായിരങ്ങൾ പൗലോസിൻ്റെ പുതിയ നിയമ ശുശ്രൂഷ വഴിയായി രക്ഷ പ്രാപിക്കുകയാണ്. പൗലോസല്ല അവരെ രക്ഷിക്കുന്നത്. പൗലോസിന് ആരെയും രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള കഴിവില്ല. പൗലോസിന് നൽകിയ ഈ ശുശ്രൂഷ പോലും പൗലോസിൻ്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ആത്മരക്ഷയിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുവാൻ കഴിവുള്ള സുവിശേഷ സന്ദേശം പറയുവാൻ പൗലോസിന് സാധിക്കും. അതാണ് പൗലോസ് ചെയ്തത്. മറ്റാരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ ക്രിസ്തുവിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ സുവിശേഷം, അതിനെക്കുറിച്ച് പൗലോസ് പ്രസംഗിച്ചു. അപ്പോൾ പൗലോസ് തൻ്റെ അനുഭവത്തിൽ കണ്ടൊരു കാര്യമുണ്ട്. ജനങ്ങൾ ദൈവക്രോധത്തിൽപ്പെട്ട് മരിച്ചു വീഴുകയല്ല ചെയ്യുന്നത്. അവർ അനുതാപത്തോടെ കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവരിൽ വീണ്ടും ജനനം നടക്കുകയാണ്. പരിശുദ്ധാത്മ നിറവിൽ അവർ അന്യഭാഷ പറയുകയാണ്. അവർ കർത്താവിൽ സന്തോഷിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ പഴയ നിയമത്തിൽ പൗലോസ് കണ്ട ചില ശുശ്രൂഷകളും അതിൻ്റെ റിസൾട്ടും അതെല്ലാം താരതമ്യം ചെയ്യുകയാണ്. 2 കൊരിന്ത്യർ 3:6 അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അക്ഷരം കൊല്ലുന്നു. ഇന്ന് ചിലർ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഒരു ശുശ്രൂഷകൻ പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ വലിയ ആവേശമൊന്നും കൂടാതെ പ്രസംഗിക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു ഇളക്കപ്പെരുപ്പവും ഉണ്ടാക്കുന്നില്ല, അക്ഷരം കൊല്ലുന്നു, അക്ഷരം കൊല്ലുന്നു. അതല്ല ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിലെ ന്യായപ്രമാണം കൈകാര്യം ചെയ്യുന്ന ശുശ്രൂഷയും അത് കൈകാര്യം ചെയ്തിരുന്ന ശുശ്രൂഷകന്മാരും, അല്ലാതെ പുതിയ നിയമം, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, ഈ പൗലോസിൻ്റെ ലേഖനങ്ങൾ ഒരു ശുശ്രൂഷകൻ സാവകാശം പഠിപ്പിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇന്ന് പലരും ഇത് തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അക്ഷരം കൊല്ലുന്നു, കുറേ ചാട്ടവും ബഹളവും ഉണ്ടാക്കിയാൽ അത് ആത്മാവിന് ശുശ്രൂഷയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും, പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും, പഴയ നിയമ ശുശ്രൂഷകനും പുതിയ നിയമ ശുശ്രൂഷകനും ഇത് തമ്മിലുള്ളൊരു താരതമ്യമാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഏതാണ് ഈ ആത്മാവ്? പരിശുദ്ധാത്മാവ്. ഏതാണ് ഈ ജീവൻ? നിത്യജീവൻ. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നത്? സുവിശേഷം ഒരുവന് അംഗീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മേൽ തൻ്റെ മുദ്ര ഇടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് വീണ്ടും ജനനം നൽകുകയാണ്. ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇങ്ങനെ ആത്മീയമായി പാപത്തിൽ മരിച്ച അനേകരോട് പൗലോസ് സുവിശേഷം പറയുകയും ആത്മീയമായി മരിച്ചവർ പരിശുദ്ധാത്മ ശക്തിയാൽ പുതുജീവൻ പ്രാപിക്കുന്നത് പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം കണ്ടിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ന്യായപ്രമാണം പാലിക്കുന്നില്ല എങ്കിൽ മരണമാണ്, ഉടനെ ശിക്ഷാവിധിയാണ്. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ. 7-ാം വാക്യത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് 6-ാം വാക്യം ഒന്നുകൂടി വായിക്കുന്നു. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 7-ാം വാക്യം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ,
എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവം തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് 10 കൽപ്പനകൾ മോശയ്ക്ക് നൽകി. ആ കൽപ്പനകളുമായി മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു. മോശയ്ക്കത് മനസ്സിലായില്ല. പക്ഷേ മോശയുടെ മുഖം കണ്ട ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ മുഖത്ത് നോക്കാൻ പോലും ബുദ്ധിമുട്ട്. കാരണം അത്രമാത്രം തേജസ്. 7-ാം വാക്യം, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ. എന്തുകൊണ്ടാണ് ഇതിനെ മരണശുശ്രൂഷ എന്ന് വിളിക്കുന്നത്? ആ നിയമങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല, അത് ദൈവം നൽകിയതാണ്. പക്ഷേ ആ നിയമങ്ങൾ പാലിക്കുവാൻ ജനത്തിന് കഴിയാതെ ആ നിയമത്തിന് നേരെ വിപരീതമായി പ്രവർത്തിച്ചപ്പോൾ അവർ ദൈവത്താൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ടാണ് അതിനെ മരണശുശ്രൂഷ എന്ന് വിളിച്ചിരിക്കുന്നത്. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം, നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം. മോശ ദൈവം നൽകിയ 10 കൽപ്പനകളുമായി ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു, ശക്തമായ പ്രകാശം. പക്ഷേ തൽക്കാലത്തേക്കാണ് പ്രകാശിച്ചത്. അല്പനേരം പ്രകാശിച്ചിട്ട് പിന്നെ ആ പ്രകാശം മങ്ങിപ്പോയി. എപ്പോഴും അങ്ങനെ പ്രകാശിച്ചില്ല. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വണ്ണം തേജസ്സുള്ളതായെങ്കിൽ, ആ കല്ലിൽ കൊത്തിയിരുന്ന കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ, ആ കൽപ്പലകകൾ പിടിച്ചുകൊണ്ട് മോശ ഇറങ്ങി വരുമ്പോൾ ഇതാ മോശയുടെ മുഖം പ്രകാശിക്കുന്നു, ശക്തമായ പ്രകാശം. ഇസ്രായേൽ ജനത്തിന് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തമായ പ്രകാശം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, ഈ മരണശുശ്രൂഷ കിട്ടിയ മോശയുടെ മുഖം ഇത്രമാത്രം തേജസ്സുള്ളതാണെങ്കിൽ പുതിയ നിയമം ജീവിപ്പിക്കുന്നതാണ്. പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അതൊരുവന് വിശ്വസിക്കുകയാണെങ്കിൽ മരണമല്ല, അവൻ്റെ ആത്മീയ മരണം മാറി അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. മരണശുശ്രൂഷ ഇത്രമാത്രം തേജസ്സോടെ ഇറങ്ങി വന്നുവെങ്കിൽ ജീവിപ്പിക്കുന്ന ശുശ്രൂഷ, പുതിയ നിയമം എത്രമാത്രം തേജസ്സുള്ളതായിരിക്കുമെന്നാണ് പറയുന്നത്. 7-ാം വാക്യം, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ആത്മാവിൻ്റെ ശുശ്രൂഷ എന്താണ്? പുതിയ നിയമ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മ ശക്തിയാലാണ് ഒരുവൻ സുവിശേഷം പറയുന്നത്. ആ സുവിശേഷം ഒരുവന് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് വിശ്വസിച്ച വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. ആത്മാവ് ജീവിപ്പിക്കുന്നു. ഒരു പാപി സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്നു, പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു. അങ്ങനെ അവൻ്റെ നിത്യമരണം മാറി അവൻ നിത്യജീവൻ്റെ അവകാശിയാകുന്നു. ഇപ്പോൾ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ആത്മാവിൻ്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സപ്പോർട്ടും ഇല്ലാതെ ഒരു യഥാർത്ഥ പുതിയ നിയമ ശുശ്രൂഷ ഇല്ല. പുതിയ നിയമ ശുശ്രൂഷകരായ നാം വചനം പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഒരുവൻ വചനം സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവനിൽ ഉണ്ടാകണം. ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവനിൽ നടന്നിരിക്കണം. അപ്പോൾ ഇത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ആത്മാവ് ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഒരുവന് വീണ്ടും ജനനം കൊടുക്കുന്നു.
അവന് നിത്യമരണം മാറ്റുന്നു. ഈ ശുശ്രൂഷകനും ആത്മാവിൻ്റെ സഹായത്താൽ ശുശ്രൂഷിക്കുന്നു. ആ ശുശ്രൂഷ സ്വീകരിക്കുന്നവനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? പഴയ നിയമ ശുശ്രൂഷ, മോശ ചെയ്ത ശുശ്രൂഷ തേജസ്സുള്ളത് തന്നെയാണ്. കാരണം ആ കൽപ്പലകകൾ കയ്യിലേന്തി വരുന്ന മോശയുടെ മുഖം പ്രകാശിക്കുന്നു. ദൈവമാണ് മോശയുടെ മുഖത്തെ പ്രകാശിപ്പിച്ചത്. പക്ഷേ അത് നീക്കം വരുന്നതാണ്. പുതിയ നിയമ ശുശ്രൂഷ നിലനിൽക്കുന്നതാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ ആ പഴയ നിയമ ശുശ്രൂഷകൻ്റെ മുഖം തന്നെ തേജസ്കരിക്കപ്പെട്ടുവെങ്കിൽ ആ പഴയ നിയമ ശുശ്രൂഷകനേക്കാളും മഹത്തരമായ പുതിയ നിയമ ശുശ്രൂഷ ചെയ്യുന്നൊരു ശുശ്രൂഷകൻ്റെ മുഖം എത്രമാത്രം തേജസ്സുള്ളതായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ മുഖമൊന്നും അക്ഷരാർത്ഥത്തിൽ അന്ന് മോശയുടെ മുഖം തിളങ്ങിയതുപോലെ തിളങ്ങുന്നില്ല. ഇതാ നമ്മുടെ മുഖം പ്രകാശിക്കുന്നുണ്ട് എന്നാരും പറയുന്നില്ല. പക്ഷേ നമ്മുടെ മുഖം പ്രകാശിക്കുന്നില്ല എങ്കിലും നമ്മുടെ അകം പ്രകാശിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ഒരു പുതിയ നിയമ ശുശ്രൂഷകനിൽ, ഒരു പുതിയ നിയമ വിശ്വാസിയിൽ വസിക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ച് പ്രകാശമൊന്നുമില്ല എങ്കിലും നമ്മുടെ അകത്ത് കോടാനുകോടി സൂര്യന്മാരുടെ ശക്തിയേക്കാളും വലിയൊരു തിളക്കം ഉണ്ട്. കാരണം ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ട്രാക്റ്റ് കൊടുക്കുകയോ ഒരു സുവിശേഷ ഗീതം പാടുകയോ ഒരാളോട് സുവിശേഷം പറയുകയോ ഒരു ഭവനത്തിൽ സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ വചനം വിവിധ വേദികളിൽ പ്രസംഗിക്കുകയോ ഇനി സോഷ്യൽ മീഡിയയിൽ തന്നെ അത് ചെയ്യുകയാണ് എങ്കിൽ പഴയ നിയമ ശുശ്രൂഷകന്മാർ ചെയ്തതിനേക്കാളും തേജസ്സുള്ള മഹത്തരമായൊരു ശുശ്രൂഷയാണ് നാം ചെയ്യുന്നത്. നാം ചെയ്യുന്നത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്, മരണ ശുശ്രൂഷയല്ല. ആൾക്കാരെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ശുശ്രൂഷയല്ല, ശിക്ഷാവിധിയുടെ ശുശ്രൂഷയല്ല. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ഞാൻ ചെയ്യുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, എൻ്റെ സ്വന്തം പ്രാപ്തി കൊണ്ടല്ല. അതുകൊണ്ട് അധികം തേജസ്സുള്ള ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധ്യം എല്ലാ പുതിയ നിയമവിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും ഉണ്ടാകണം. ഇതിനേക്കാളും തേജസ്സുള്ള മറ്റൊരു ശുശ്രൂഷയില്ല, ഇതിനേക്കാളും ശോഭയുള്ള മറ്റൊരു ജോലിയില്ല, ഇതിനേക്കാളും മഹത്തരമായ മറ്റൊരു വേലയും ഇല്ല. പഴയ നിയമ ശുശ്രൂഷയേക്കാളും ഉന്നതമായ ശുശ്രൂഷയാണ് ഇത്. ജീവിപ്പിക്കുന്ന ശുശ്രൂഷ, സ്വന്തം കഴിവുകൊണ്ട് ചെയ്യുന്നതല്ല ഇത്. പൗലോസ് തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ, 5-ാം വാക്യം തൊട്ട്, ഞങ്ങളിൽ നിന്നു തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അതേ കർത്താവ് തന്നെയാണ് നമ്മളെയും സുവിശേഷം പറയുവാനും വിവിധ ക്രിസ്തീയ ശുശ്രൂഷകൾ നൽകുവാനും പ്രാപ്തി തരുന്നത്. ഇതൊന്നും നമ്മുടെ മിടുക്കല്ല, നാം കർത്താവിന് കീഴടങ്ങിയിരുന്നാൽ മതി. നമ്മൾ അംഗവൈകല്യമുള്ളവരായിരിക്കാം, നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ച് പ്രകാശമൊന്നും പ്രതിഫലിക്കുന്നുണ്ടാകുകയില്ല, നമുക്ക് വേണ്ടത്ര മുഖസൗന്ദര്യമോ നമുക്ക് വേണ്ടത്ര ആരോഗ്യമോ പണമോ വലിയ വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ നാം ചെയ്യുന്നത് സുവിശേഷ വേലയാണ് എങ്കിൽ, ദൈവത്തിൻ്റെ പ്രാപ്തി അനുസരിച്ച് നാം ശുശ്രൂഷിക്കുന്നുവെങ്കിൽ, നമ്മൾ ശാരീരികമായി ബലഹീനരാണെങ്കിലും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ
ഏറ്റവും തേജസ്സുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ ഈ ലോകത്തിലില്ല. ചില പാരമ്പര്യ സഭകളിലെ ശുശ്രൂഷകന്മാരൊക്കെ വചനവിരുദ്ധങ്ങളായ പല ബലികളും ആചാരങ്ങളൊക്കെ വളരെ കാര്യത്തോടെ ഇത് സഭ ഞങ്ങളെ ഏൽപ്പിച്ചതാണ് എന്നൊക്കെ കരുതി ബൈബിളിൽ കാണാത്ത ഒരുപാട് ശുശ്രൂഷകൾ എന്തോ വലിയ കാര്യമാണ് എന്നൊക്കെ കരുതിയാണ് ഒരു പ്രത്യേക വേഷം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അത് സഭയുടെ വേലക്കാരുടെ കാര്യമാണ് ചില സഭ. എന്നാൽ നമ്മെ സംബന്ധിച്ച് അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ഏതെങ്കിലും സഭാ നേതാവ് പ്രാപ്തരാക്കിയതല്ല, കർത്താവാണ് നമുക്ക് പ്രാപ്തി തരുന്നത്. നേരത്തെ പറഞ്ഞത് സഭയിലെ സഭാ നേതാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ശുശ്രൂഷകന്മാർ അങ്ങ് ചെയ്യുന്നു. ഇന്ന രീതിയിൽ ഓരോ ബലികൾ അർപ്പിക്കുക, ഇന്ന രീതിയിൽ ഓരോ ചടങ്ങ് നടത്തുക, അവരെ പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് അവർ ചെയ്യുന്നു. ഇതങ്ങനെയല്ല. കർത്താവ് ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? സ്തേഫാനോസ് പരിശുദ്ധാത്മശക്തി നിറഞ്ഞവനും ദൈവകൃപ നിറഞ്ഞവനും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനുമാണ്. ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ സ്തേഫാനോസിൻ്റെ മുഖം ഒരു മാലാഖയെപ്പോലെ പ്രകാശിച്ചു. പക്ഷേ നമ്മുടെ മുഖം അങ്ങനെ പ്രകാശിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ശുശ്രൂഷ അത് മഹത്തരമാണ്, തേജസ്സുള്ളതാണ്. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ, 9-ാം വാക്യമാണ് വായിക്കുന്നത്, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ അതെന്താണ്? പഴയ നിയമം മോശയ്ക്ക് നൽകിയ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അതിമഹത്തരമാണ്. പക്ഷേ ആ ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾ അനുസരിക്കാത്തത് കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇസ്രായേൽ മക്കളുടെ ഡെഡ് ബോഡികൾ മരുഭൂമിയിൽ വീണു. ന്യായപ്രമാണം അവർ ലംഘിച്ചപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ അത് പഴയ നിയമ ശുശ്രൂഷയെയാണ് ഉദ്ദേശിക്കുന്നത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ, ആ ശിക്ഷാവിധിയുടെ പഴയ നിയമ ശുശ്രൂഷ തന്നെ തേജസ്സുള്ളതാണ് എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. എന്താണ് നീതിയുടെ ശുശ്രൂഷ? പുതിയ നിയമ ശുശ്രൂഷയാണ് നീതിയുടെ ശുശ്രൂഷ. അതെന്താണ്? ന്യായപ്രമാണത്തിലെ പ്രവൃത്തി കൊണ്ട് ആർക്കും ദൈവം മുമ്പാകെ നീതീകരണം കിട്ടില്ല. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ദൈവം നമ്മളെ അംഗീകരിച്ച് നമ്മളെ പരിശുദ്ധരാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല. ആർക്കും അത് സാധിക്കുകയില്ല സ്വന്തം കഴിവ് കൊണ്ട് സ്വർഗരാജ്യം നേടാൻ. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശുക്രിസ്തു മുറിവേൽപ്പിക്കപ്പെട്ടു. യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ സകല പാപത്തെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിച്ചു, എന്നേക്കുമായി പൂർണ്ണരാക്കി എന്നാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം പറയുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മളെ നീതീകരിച്ചു. നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ മറ്റേതെങ്കിലും ത്യാഗജീവിതം കൊണ്ടോ അല്ല. കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. അപ്പോൾ യേശു ക്രിസ്തു നമ്മളെ സൗജന്യമായി നീതീകരിച്ചു.
ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ വഴി ഇന്ന് ആർക്കും നീതീകരണം കിട്ടില്ല. ഇന്ന് സൗജന്യമായി ക്രിസ്തു വഴിയാണ് നമുക്ക് നീതീകരണം കിട്ടുന്നത്. അതുകൊണ്ട് പുതിയ നിയമ ശുശ്രൂഷയെ ഇവിടെ അപ്പസ്തോലനായ പൗലോസ് വിളിച്ചിരിക്കുന്നത് നീതിയുടെ ശുശ്രൂഷ എന്നാണ്. ജീവിതകാലം മുഴുവൻ പാപം ചെയ്തൊരു വ്യക്തി ഒട്ടും നീതിമാനല്ല. ഇതാ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ദുഷ്പ്രവർത്തിക്കാരനായ വ്യക്തി, അവൻ എന്തുകൊണ്ടും ക്രൂശ് മരണത്തിന് യോഗ്യനാണ്. അത്രയും അനീതി ചെയ്തവനാണ്. പക്ഷേ അവൻ ക്രിസ്തുവിനെ അംഗീകരിച്ചു. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. യേശു അവനോട് പറയുകയാണ്, ഒരു നീതിയുമില്ലാത്ത മനുഷ്യനോട് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. അവൻ്റെ സകല അകൃത്യങ്ങളും യേശു നീക്കി. യേശു അവനെ നീതീകരിച്ചു. അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ് ദുഷ്പ്രവൃത്തിക്കാരൻ. അവൻ എന്തു ചെയ്യാൻ സാധിക്കും? ഇതുപോലെ നമ്മളും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ പാപങ്ങളുടെ മോചനത്തിനാണെന്ന് വിശ്വസിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ മിടുക്ക് കൊണ്ടോ നേട്ടം കൊണ്ടോ അല്ല, കർത്താവ് നമ്മളെ നീതീകരിച്ചു. അതുകൊണ്ട് പുതിയ നിയമ ശുശ്രൂഷ നീതിയുടെ ശുശ്രൂഷയാണ്. പാപിയായ ഒരു വ്യക്തിയോട് നാം സുവിശേഷം പറയുന്നു. അയാളത് ഏറ്റെടുക്കുകയാണെങ്കിൽ അയാളെ കർത്താവ് നീതീകരിക്കുന്നു. മേലിൽ പാപം ചെയ്യരുത്. ചുങ്കക്കാരൻ മാറത്തടിച്ച് പാപിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന് യാചിച്ചപ്പോൾ ദൈവം ക്ഷമിച്ചു. അവൻ പാപിയായിട്ടല്ല മടങ്ങിയത്, നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി. അത് ദൈവത്തിൻ്റെ ദാനമാണ്. 8-ാം വാക്യത്തിൽ തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. പഴയ നിയമ ശുശ്രൂഷയേക്കാളും തേജസ്സേറിയതാണ് പുതിയ നിയമ ശുശ്രൂഷ. അതെ, തേജസ്സോടുകൂടിയ 10-ാം വാക്യം, അതെ തേജസ്സോടുകൂടിയത്, അതായത് പഴയ നിയമ ശുശ്രൂഷയെയാണ് ഇവിടെ തേജസ്സോട് കൂടിയത്. അതിന് തേജസ്സുണ്ട്. തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. തേജസ്സോട് കൂടിയത് അതേതാണ്? പഴയ നിയമ ശുശ്രൂഷ, കല്ലിൽ അക്ഷരമായി കൊത്തിയ ശുശ്രൂഷ. പഴയ നിയമ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം. എന്താണ് അതിമഹത്തായ തേജസ്? ആത്മാവിൻ്റെ ശുശ്രൂഷ, നീതിയുടെ ശുശ്രൂഷ, പാപിയെ വിശുദ്ധീകരിക്കുന്ന ശുശ്രൂഷ, പരിശുദ്ധാത്മാവിനെ ദാനമായി ഒരുവന് കൊടുക്കുന്ന ശുശ്രൂഷ. ഈ അതിമഹത്തായ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. പഴയ നിയമം തേജസ്സുള്ളതാണ്. പഴയ നിയമ ശുശ്രൂഷ തേജസ് ഉള്ളത് തന്നെയാണ്. പക്ഷേ അതിമഹത്തായ മറ്റൊരു തേജസ് വന്നപ്പോൾ തേജസ്സുള്ളത് ഒട്ടും തേജസ്സില്ലാത്തതായി. അത് നമുക്ക് അറിയാം എങ്ങനെയാണെന്ന്. രാത്രി എത്രയോ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു, നല്ല തിളക്കമാണ്. എന്നാൽ പകൽ ഒരു നക്ഷത്രം മാത്രം പ്രകാശിക്കുന്നു. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. സൂര്യൻ ശക്തിയോടെ പകൽ പ്രകാശിക്കുന്നത് കൊണ്ട് എല്ലാ നക്ഷത്രങ്ങളുടെയും പ്രകാശം മങ്ങിയിരിക്കുന്നു. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസമെന്ന്. പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്ന് പൗലോസ് ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നു. തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. 11-ാം വാക്യം വീണ്ടും വായിക്കുന്നു. നീക്കം വരുന്നത് അത് തൽക്കാലത്തേക്ക്. അത് പഴയ നിയമ ശുശ്രൂഷയാണ്. കല്ലിൽ അക്ഷരമായി കൊത്തിയ ശുശ്രൂഷയാണ്. അത് പുതിയ നിയമം വരുന്നത് വരെ. നീക്കം വരുന്നത് തൽക്കാലത്തേക്കുള്ളത്, മാറിപ്പോകേണ്ടത്. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ പുതിയ നിയമം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ പഴയ നിയമം ഒട്ടും മോശമല്ല, തേജസ്സുള്ളതാണ്.
നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത്, അത് പുതിയ നിയമമാണ്, നിലനിൽക്കുന്നത്. ഇനി മറ്റൊരു നിയമം വരാനില്ല. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നതിൽ എത്ര അധികം തേജസ്സുള്ളത് ആയിരിക്കും. നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. ഇന്ന് നാം ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ ആത്മാവ് എന്നേക്ക് സ്വർഗത്തിലുണ്ടായിരിക്കും. ഇത് നിലനിൽക്കുന്ന ശുശ്രൂഷയാണ്. ഈ സുവിശേഷം ഒരുവന് നിത്യജീവൻ കൊടുക്കുന്നു. ഇതുപോലെ നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷ അതിന് തുല്യം വയ്ക്കാൻ മറ്റൊന്നുമില്ല. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. ഈ ബോധ്യം പൗലോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ഈ ബോധ്യം സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകണം. ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകണം. ഈ ബോധ്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഈ നിന്ദയും അപമാനവും ഒക്കെ സഹിച്ചുകൊണ്ട് സുവിശേഷം, തേജസ്സുള്ള പുതിയ നിയമ ശുശ്രൂഷ അദ്ദേഹം എതിർപ്പുകളുടെ നടുവിൽ ചെയ്തത്. അതും തൻ്റെ മിടുക്കല്ല. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ പൗലോസിനെ കർത്താവ് പ്രാപ്തി കൊടുത്തു. അദ്ദേഹം അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ സാധിക്കും. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. 12-ാം വാക്യം, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഈ വിധം പ്രത്യാശയുള്ളവരായി, ആ പ്രത്യാശയെക്കുറിച്ചാണ് മുകളിൽ വിവരിച്ചത്. അതുകൊണ്ട് നാം ചെയ്യുന്ന സുവിശേഷ വേല അതിൻ്റെ തേജസ്സേറിയ മഹത്തരമായ അവസ്ഥ അത് നാം തിരിച്ചറിയണം. അത് നമുക്ക് പ്രത്യാശ നൽകും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കും. അതുകൊണ്ടൊരു പുതിയ നിയമ ശുശ്രൂഷകനെ അവൻ ആരാണെന്നും അവൻ ചെയ്യുന്ന ശുശ്രൂഷ എത്ര ശ്രേഷ്ഠമാണെന്നും തേജസ്സുള്ള ആ പഴയ നിയമ ശുശ്രൂഷയേക്കാളും അതിമഹത്തായ തേജസ്സുള്ള ഒന്നാണ് താൻ കൈകാര്യം ചെയ്യുന്നത് എന്ന ബോധ്യം ഉണ്ടായിരിക്കണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ചെയ്യുന്ന, സ്വന്തം ശക്തിയാലല്ല, ദൈവത്തിൻ്റെ പ്രാപ്തി അനുസരിച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മിലൂടെ ഈ തേജസ്സേറിയ ശുശ്രൂഷ ചെയ്യുമ്പോൾ പല വലിയ കാര്യങ്ങൾ നടന്നു വന്നു വരും. എല്ലാ മഹത്വവും കർത്താവിനാണ്. ഇത്രയും വലിയ തേജസ്സേറിയ ശുശ്രൂഷയാണ് ഞാൻ ചെയ്തത്, എന്തൊരു വിടുതലായിരുന്നു, എത്രമാത്രം ആളുകൾ സൗഖ്യം പ്രാപിച്ചു, സ്നാനപ്പെട്ടു. ശരിയായിരിക്കാം. പക്ഷേ നമുക്ക് ഈ പ്രാപ്തി സ്വയമായി നേടാൻ പറ്റില്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തേജസ്സേറിയ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ താഴ്മയുള്ളവരായിരിക്കും, എളിമയുള്ളവരായിരിക്കും. അവർക്കറിയാം, എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാനല്ല ഇപ്പോൾ ഈ കാര്യം, ഈ അത്ഭുതം ചെയ്തത്, ഈ മെസ്സേജ് എൻ്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, ആ വ്യക്തി രക്ഷിക്കപ്പെടാനിടയായത്, സ്നാനപ്പെടാനിടയായത് എൻ്റെ മിടുക്കല്ല. ഈ തേജസ്സേറിയ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിനെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും കർത്താവിന്. നിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. യേശുവേ തിരുനാമമുയർന്നിടട്ടെ. നാം എത്ര ഭാഗ്യശാലികളാണ്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ തേജസ്സുള്ള ശുശ്രൂഷ കൈകാര്യം ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചു, പ്രാപ്തിയേകി. എല്ലാ മഹത്വവും കർത്താവിന് മാത്രം. ടോണി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ടോണി.